നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോ നിശ്ചയം. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോ നിശ്ചയം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലുറങ്ങുന്നു. രാത്രിയിൽ അപ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴും എൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്തം നാട്ടിൽ ദൈവമുഖം കാണുകയാത്രേ വാഞ്ചിതം. സ്വന്തം നാട്ടിൽ മുഖം കാണുകയാത്രേ വാഞ്ചിതം. നിത്യമായോർ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ. നിത്യമായ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപറുദീസയിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപറുദീസയിൽ. അവിടെ നിന്ന് അവിടെ മാറുകയില്ല. അവിടെ അത് ചേച്ചിയൊക്കെ ഇരിക്കുന്നു. എല്ലാവരും എത്തിയെങ്കിൽ ശുശ്രൂഷ ആരംഭിക്കാം. പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കുന്ന കൊണ്ട് ആഗ്രഹിക്കുകയാണ്. ദയവായിട്ട് ഇവിടെ നിൽക്കുന്നവർ ശാന്തമായിട്ട് ഈ ശുശ്രൂഷയിൽ അവസാനം വരെ ചേരണം എന്നറിയിക്കുന്ന. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം ഈ സെമിത്തേരിയിൽ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവേ, സ്വർഗപിതാവേ, ഞങ്ങൾക്ക് വീണ്ടും ഈ സെമിത്തേരിയിൽ ഭൂമിയിൽ വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സാറിനെ ഈ ഭൂമിയിലേക്ക് ദാനം ചെയ്യുവാൻ ഒരവസരം ഒരു കൃപയ്ക്കായിട്ട് അങ്ങയോടെ സ്തോത്രം ചെയ്യുന്നു. മണ്ണുകൊണ്ട് മെനയപ്പെട്ട മർത്യശരീരം മണ്ണിലേക്ക് മടക്കി നൽകേണ്ടത് ആവശ്യമാണ്. അത് ദൈവിക കൽപ്പനയാണ്, ഭൂമി നിയമമാണ്. അതുകൊണ്ട് തന്നെ കർത്താവേ, പ്രിയപ്പെട്ട ബാബുവാലയം സാർ മഹത്പ്രവേശനം ഭാവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വലിയ സന്തോഷം ഞങ്ങൾക്ക് ജീവിതത്തിലുണ്ട്. തീർച്ചയായിട്ടും ഈ ലോക ജീവിതത്തിൽ തൻ്റെ വ്യക്തിമുദ്ര വളരെ ശ്രേഷ്ഠമായിട്ട് പതിപ്പിക്കുവാൻ പ്രിയപ്പെട്ട മകനെ കർത്താവ് സഹായിച്ചു.
കേരള രക്ഷാസൈന്യത്തിനും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കുവാൻ തക്കൊണ്ട് കഴിയും വ്യക്തിത്വമല്ല പ്രിയ സാറിൻ്റേത്. ഗാനങ്ങളിലൂടെയും രചനയിലൂടെയും എഴുത്തുകളിലൂടെയും ഒക്കെ അനേകരെ കവർന്നെടുക്കുവാനായിട്ട് പ്രിയപ്പെട്ട മകൻ്റെ ജീവിത മുഖാന്തരം ഇടയാക്കി തീർത്തു. ഇന്നും ആ ഗാനങ്ങൾ അനേകർ ഏറ്റുപാടുമ്പോൾ ആശ്വാസത്തിനായിട്ട് സന്തോഷത്തിനായിട്ടും ഒക്കെ പാടുന്ന സമയങ്ങളുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. എന്നാൽ ഏത് മനുഷ്യനും ഉറച്ചു നിന്നൊരു ശ്വാസം അത്രേ മണ്ണിലേക്ക് ഞങ്ങളുടെ നർത്തശരീരത്തെ ലയിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇതൊരു വിധേയിലാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ മണ്ണിലേക്ക് ഞങ്ങളുടെ ശരീരം ദാനം ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് കർത്താവിൻ്റെ വരവിങ്കൽ ഈ കലറെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുന്ന വലിയ പ്രത്യാശ, രൂപാന്തരപ്പെട്ട ദേഹിയായിട്ട് കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് മേഘങ്ങൾ എടുക്കപ്പെടുന്ന പ്രത്യാശയോടുകൂടി ഞങ്ങളിവിടെ കാണപ്പെട്ടു. അനേകർ പേർ അന്തിയുറങ്ങുന്ന ഈ ഭൂമിയിൽ, ഈ പുണ്യഭൂമിയിൽ പ്രിയപ്പെട്ട സാറിൻ്റെ ഭൗതിക ശരീരം നൽകപ്പെടുമ്പോൾ കർത്താവ് സൂക്ഷയിൽ കർത്താവിൻ്റെ കൃപ അധികമായിട്ട് കൂട്ടിരിക്കണമേ. ദുഃഖാർത്ഥരായ ഭവന അംഗങ്ങൾക്ക് ആശ്വാസനകാരണമായി തിന്തക്കൊണ്ട് കഴിയണം കർത്താവ്. ഇവിടെ കൂടെ എല്ലാവർക്കും ഈ സൂക്ഷ ഒരു പ്രത്യാശ എനിക്ക് അനുഭവമാക്കി മാറ്റണം. ഇവിടെ വിട്ട് മടങ്ങി പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ഒരു അനുഭവമുണ്ട് എന്ന് തിരിച്ചറിവോടുകൂടി മടങ്ങിപ്പോകുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൂക്ഷക്ക് നേതൃത്വം വഹിക്കുന്ന അഭിനന്ദ ഡിവിഷൻ കമാൻഡർക്കായി പ്രാർത്ഥിക്കുന്നു. ശക്തി ബലപ്പെടുത്തിയായിട്ട് കർത്താവെ പ്രാർത്ഥനയായാലും കേട്ടവയ്ക്കായി സ്തുതിക്കുന്നു. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം സെൻട്രൽ കോറിലെ വിശ്വസ്ത വീരനായിരുന്ന നമ്മളെല്ലാവരും വളരെ പരിചിതമായിട്ട് ബാബു ആലയം എന്ന് വിളിക്കുന്ന പ്രിയ സാറ് മഹത്വപ്രവേശനം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വലിയ നമ്മുടെ അനുഭവത്തിൽ ഒരു സന്തോഷസൂചനം തന്നെയാണ്. എന്നാൽ മാനുഷിക നിലയിൽ സാറിൻ്റെ വേർപാട് ദുഃഖം ഉളവാക്കുന്ന അനുഭവമാണെങ്കിലും ഞാൻ പ്രാർത്ഥന ഓർപ്പിച്ച പോലെ അദ്ദേഹത്തിനായിട്ട് നിർമ്മിക്കപ്പെട്ട ഈ ശവകുടീരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സമർപ്പിക്കുന്ന അനുഭവത്തിലൂടെയാണ് നാം കടന്നത്. പ്രഭാതം മുതലുള്ള സമയങ്ങളിൽ വളരെ ക്ഷമയോടും വളരെ ശാന്തതയോടും കൂടി ശുശ്രൂഷ നിങ്ങൾ പങ്കുചേർന്ന് വരികയായിരുന്നു. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകൾക്കും ക്ഷമയ്ക്കും എല്ലാം നന്ദി അറിയിക്കുന്ന സമയത്തെ ശ്രദ്ധയും കൂടി ഞാൻ ഇവിടെ ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കമ്മിറ്റിയുടെ സർവീസിന് നേതൃത്വം വഹിക്കുവാൻ കുടുംബാംഗങ്ങളുടെ ഫലപ്രകാരം നമ്മുടെ മധ്യയാഗതനായിരിക്കുന്നത് അഭിമന്യ ലെഫ്റ്റനന്റ് കേണൽ ജേക്കബ് ജെ ജോസഫ് അയ്യാണ്. അവിടെ ഹാർദവമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കമ്മീഷണേഴ്സ്, അനേക ഉദ്യോഗസ്ഥ വൃന്ദം ഇവിടെ കാണപ്പെടുന്നു. ഒപ്പം ഇവിടെ കാണപ്പെടുന്ന എല്ലാവരും ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ മുഖവാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരു പ്രത്യാശ ഗാനം നമുക്ക് ചെയ്യുന്ന പാട് ദൈവത്തെ സ്തുതിക്കാൻ 415 ഗാനം. ഭാഗ്യം ലോകം ഒന്നുണ്ടല്ലോ, ശോഭിതം ശോഭിതം, പാപം ശാപം അങ്ങില്ലല്ലോ, ശോഭിതം ശോഭിതം, സന്തോഷമായി ദൂതർ ഗീതം സന്തതം പാടിപ്പുകഴുത്തും, തങ്കവീണ മീട്ടിയങ്ങ് ശോഭിതം ശോഭിതം. നമുക്ക് ഈ ഗാനം പ്രത്യേകിച്ചുകൂടി നമുക്ക് ചെയ്യുന്ന പോടാം. അതിനുശേഷം തുറന്നുള്ള ഭാഗം നിർവഹിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട ഡിവിഷൻ കമാൻഡറയെ ഏൽപ്പിക്കുന്നു. നമുക്ക് ഈ ഗാനം പ്രത്യേകിച്ചുകൂടി ചെയ്യുന്ന ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഭാഗ്യലോകം ഒന്നുണ്ടല്ലോ, ശോഭിതം ശോഭിതം, പാപം ശാപം അങ്ങില്ലല്ലോ, ശോഭിതം ശോഭിതം, സന്തോഷമായി ദൂതർഗീതം സന്തതം പാടിപ്പുകഴ്ത്തും, തങ്ക വീണാമീട്ടിയങ്ങ് ശോഭിതം ശോഭിതം, മേഘജാലം അങ്ങില്ലല്ലോ, ആനന്ദ നാടത് കണ്ണോ നീരോട്ടുമില്ലങ്ങ്, ആനന്ദ നാടത് കൃപാനാദിയാസ്വദിക്കും, പ്രകാശം വീശിടും നാദാം രക്ഷകൻ സൗന്ദര്യമുഖം, നിത്യവും കണ്ടിടാം നാം പാപികളാണെങ്കിലും, യേശു താൻ മരിച്ചു ശാന്തി ഛേദമായെങ്കിലും, യേശു താൻ മരിച്ചു എല്ലാ കാരയും നീങ്ങിടും, സ്വർഗഭാഗ്യം പ്രാപിച്ചിടും, മഹത്വ നാട്ടിൽ വസിക്കും,
യേശുദാൻ മരിച്ചു. ഇപ്പോൾ തുടർന്നുള്ള ഭാഗങ്ങൾ നിർവഹിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട അഭിഷേകന്മാരെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹ അഭിവാദനങ്ങൾ. ജോർജ് വിൽസൺ ഡാനിയേൽ, ബാബു ആലയത്തിൽ സാർ 8 പതിറ്റാണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് ഇവിടെ വച്ച് നമ്മളോട് വിട പറയുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹ അഭിവാദനങ്ങൾ. ഇവിടെ കൂടി വന്നിരിക്കുന്ന ഭവനത്തിൻ്റെ സ്നേഹിതരുടെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 1-3-4 വാക്യങ്ങളാണ്. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ആശ്വാസം നൽകുന്നു എന്നാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. ആശ്വസിപ്പിക്കുന്ന ദൈവമുണ്ട് എന്ന് മാത്രമല്ല, നമ്മൾ കഷ്ടത്തിലായിരിക്കുമ്പോൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനുള്ള ആശ്വാസം ദൈവം നമുക്ക് പകർന്നു നൽകും. അതാണ് ഈ വാക്യം നമുക്ക് വാഗ്ദാനം നൽകുന്നത്. അപ്പോൾ അപ്രകാരമുള്ള ഒരു ആശ്വാസം ദൈവം നമുക്ക് നൽകുന്നു എന്നുള്ള വാഗ്ദത്തം ഈ വചനം നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന സ്നേഹിതരെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നു. നിറഞ്ഞ കവിയുന്ന ആശ്വാസം അവൻ നമ്മുടെ മേൽ പകരും. അവൻ നമ്മെ ആശ്വസിപ്പിക്കുന്നത് അവൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. ലാസറിൻ്റെ ഭവനത്തിലേക്ക് യേശു കടന്നു വന്നപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം ആ ഭവനത്തിന് ആശ്വാസമായി. വേദനയിൽ, സങ്കടത്തിൽ, നിരാശയിലായിരുന്ന ആ കുടുംബത്തിന് വലിയ നിറഞ്ഞു കവിയുന്ന ആശ്വാസമാണ് നൽകിയത്. കർത്താവ് ആ ഭവനത്തിൽ പ്രഖ്യാപിച്ചു, ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ നമ്മെയും നമ്മുടെ കുടുംബത്തെയും സജ്ജരാക്കുക എന്നുള്ളതാണ് നമുക്കിനി ചെയ്യുവാനായിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് വേർപെടുമ്പോൾ ദൈവം നമുക്ക് ആശ്വാസം നൽകുമെന്ന് പറയുമ്പോൾ ആശ്വാസം ഉൾക്കൊള്ളുവാൻ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ദൈവ സാന്നിധ്യത്തിനായി സജ്ജരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം. 2, ദൈവത്തിൻ്റെ വചനത്തിന് നമ്മെ ആശ്വസിപ്പിക്കുവാൻ കഴിയും. നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ ഈ വിശുദ്ധ വേദപുസ്തകമുണ്ട്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും, നമ്മുടെ എല്ലാ ആകുലതകൾക്കും, നമ്മുടെ എല്ലാ വിഷമതകൾക്കും, നമ്മുടെ എല്ലാ ദുഃഖത്തിനുമുള്ള ഉത്തരം ഈ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ഈ വിശുദ്ധ വേദപുസ്തകം ഈ ഭവനത്തിന് ഒരു തണലായിരിക്കട്ടെ, ശക്തിയായിരിക്കട്ടെ, ഊർജ സ്രോതസ്സായിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. 3, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയ പ്രത്യാശ. അതാണ് ഈ ഭവനത്തിന് ഇനി ആശ്വസിക്കുവാനായിട്ടുള്ളത്. കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായൊരു ഭവനം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മരണത്തിന് ശേഷവും ഒരു ജീവിതമുണ്ട് എന്ന് നൽകുന്ന ക്രൈസ്തവ സാക്ഷ്യം, കർത്താവായ യേശു ക്രിസ്തു നൽകുന്ന ഉറപ്പ്, അതാണ് ഈ ഭവനത്തെ ഇനി ആശ്വസിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സാറ് ഒരു സംഗീതത്തിൻ്റെ ഒരു തോഴനായിരുന്നു. സംഗീതത്തെക്കുറിച്ച് ധാരാളം നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് ഈ സംഗീതത്തിന് ഇത്ര പ്രസക്തി എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം. ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, ദൈവത്തിന് കാളയേക്കാളും മൂരിയേക്കാളും സംഗീതം പ്രസാദകരം. അപ്പോൾ യാഗാർപ്പണങ്ങളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം ദാവീദിലൂടെ ജനത്തോട് സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ ദാവീദ് ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്, യാഗങ്ങളെക്കാളും ദൈവത്തിന് പ്രസാദകരം സംഗീതമാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവ സംഗീതത്തിന് വളരെയധികം പ്രാധാന്യത നമ്മുടെ ആരാധനകളിൽ നമ്മൾ നൽകുന്നത്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ഈ സംഗീതത്തിൻ്റെ വക്താക്കളായിത്തീരുന്നു. സാറ് സംഗീതത്തിൻ്റെ ഒരു തോഴനായിരുന്ന ഒരു വ്യക്തിയാണ്. അത് അവിടെ അവസാനിക്കുന്നില്ല. വെളിപാട് പുസ്തകം 14-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന വിശുദ്ധന്മാർ, അവർ മാത്രം പാടുന്ന, വിശുദ്ധന്മാർ മാത്രം
പാടുന്ന ഒരു പാട്ടിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അവർ ഒരു പുതിയ പാട്ട് പാടി എന്നാണ് അവിടെ പറയുന്നത്. സ്വർഗത്തിൽ സംഗീതമുണ്ട്, സ്വർഗത്തിൽ പുതിയ പാട്ടുകളുണ്ട്. അങ്ങനെയെങ്കിൽ സാറ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ സ്വർഗത്തിന് അതെത്ര വലിയ ഒരു ആനന്ദമായിരിക്കുമെന്നുള്ളതിൽ സംശയമില്ല. വെളിപാട് പുസ്തകം 15-ാം അധ്യായത്തിൽ മഹാപുരുഷാരം മോശയുടെയും കുഞ്ഞാടിൻ്റെയും നവഗീതങ്ങൾ പാടുന്നതായിട്ട് നമുക്കവിടെ വായിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സംഗീതത്തിന് നമ്മൾ നൽകുന്ന പ്രാധാന്യം, ആ പ്രാധാന്യം സ്വർഗത്തിലുമുണ്ട്. അതുതന്നെയാണ് ക്രൈസ്തവ സഭയും രക്ഷാസേനവും സംഗീതത്തിന് അമിത പ്രാധാന്യം നൽകുവാനായിട്ട് കാരണം. അപ്പോൾ സംഗീതത്തിൻ്റെ തോഴനായിരുന്ന പ്രിയപ്പെട്ട സാറ് നമ്മളിൽ നിന്ന് വിടവാങ്ങുകയാണ്. എന്നാൽ ഈ വിടവാങ്ങൽ ഒരുപക്ഷെ ഭവനാംഗങ്ങൾക്ക് ഒരു വേദനയായിരിക്കാം. എന്നാൽ നാം യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, നാം സ്വർഗത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, യേശു വീണ്ടും വരും എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് ആശ്വസിക്കുവാനായിട്ട് വകയുണ്ട്. അങ്ങനെ നിറഞ്ഞു കവിയുന്ന ആശ്വാസം കൊണ്ട് എല്ലാ കുടുംബാംഗങ്ങളെയും സ്നേഹിതരെയും ദൈവം ആശ്വസിപ്പിച്ച് വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ കുടുംബത്തെ ദൈവം അത്ഭുതകരമായിട്ട് വഴി നടത്തും, ആശ്വസിപ്പിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പ് നൽകുന്നു. ഈ ശുശ്രൂഷയിൽ ഇനി നമ്മൾ ചേർന്ന് ഒരു ഗാനം പാടുവാനായിട്ട് പോവുകയാണ്. നമുക്ക് വളരെ പരിചിതമായ ഗാനം ശോഭയേറും നാടൊന്നുണ്ടല്ലോ, കാണാമേ ദൂരെ വിശ്വാസത്താൽ, താതൻ കാത്തു നിൽക്കുന്നക്കരെ പാർപ്പിടം നമുക്കായി ഒരുക്കി, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. ഈ ഗാനം നമ്മൾ വളരെ ശാന്തമായിട്ട് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനമായി ചേർന്ന് പാടുമ്പോൾ ഈ പെട്ടി അടച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പെട്ടി അടച്ച് വളരെ സാവധാനത്തിൽ മറ്റ് ബഹളങ്ങളൊന്നുമില്ലാതെ ഈ കുഴിയിലേക്ക് ഇറക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. ഇനി ആരെങ്കിലും കാണുവാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാനോ ഉണ്ടെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. എല്ലാ കാര്യങ്ങളും നിവർത്തിച്ചതിന് ശേഷം വളരെ സാവധാനത്തിൽ ശാന്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. ഈ ഗാനം പാടുമ്പോൾ ആ ശുശ്രൂഷ നമുക്ക് നിർവഹിക്കാം. ശോഭയേറും നാടൊന്നുണ്ടല്ലോ, കാണാമേ ദൂരെ വിശ്വാസത്താ, താതൻ കാത്തു നിൽക്കും നക്കരെ പാർപ്പിടം നമുക്കായൊരുക്കി, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്, നാമശോഭന നാട്ടിൽ പാടും കത്തപ്പെട്ടോരുടെ സംഗീതം, ഗേദം രോധനമാങ്ങില്ലല്ലോ, നിത്യ സൗഭാഗ്യം ആത്മാക്കൾക്ക്, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. സ്നേഹമാം സ്വർഗതാതനുടെ സ്നേഹദാനത്തിനും നാൾക്കുനാൾ വിജയന്യതാരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടാ, വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ ആ തീരത്ത്, വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്ത്, നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം, ദേഹം രോധനമാങ്ങില്ലല്ലോ,
നിത്യ സൗഭാഗ്യം ആത്മാക്കൾക്ക് വേഗം നാം ചേർന്നിടൂ. ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ തീരത്ത് മാ സ്വർഗതാതനുടെ സ്നേഹദാനത്തിനും നാൾക്കുനാൾ വിജയന്യെ താരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടാം. വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ ആ തീരത്ത് ഏറും നാടൊന്നുണ്ടല്ലോ. കാണാമേ ദൂരെ വിശ്വാസത്താ താതൻ കാത്തു നിൽക്കും അക്കരെ. പാർപ്പിടം നമുക്കായൊരുക്കി വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ ആ തീരത്ത് സ്നേഹമാം സ്വർഗതാതനുടെ സ്നേഹദാനത്തിനു നാൾക്കുനാൾ വിജയന്യെ താരും നന്മയ്ക്കു കാഴ്ചയായി നാം സ്തോത്രം പാടാം. വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ ആ തീരത്ത്. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചില വേദഭാഗങ്ങൾ. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിൻ്റെ സന്നദ്ധിയിൽ സന്തോഷപരിപൂർണതയും നിൻ്റെ വലതു ഭാഗത്തെന്ന് പ്രമോദങ്ങളുമുണ്ട്. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ താൻ്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. അന്ന് അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തു നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ള പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവായുധ അവകാശമാക്കുകയില്ല, ദ്രവത്വം അദ്രവത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാം രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ളത് പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവ് വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു എന്നവരും ആകുവിൻ. വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായ പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരയും അക്കരയും ജീവവർഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച മാസം തോറും അതാത് ഫലം കൊടുക്കുന്നു. വിശ്വത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല.
ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവൻ്റെ മുഖം കാണും. അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാവുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. പിന്നെ അവനോട് പറഞ്ഞത്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തൻ്റെ ദാസന്മാർ കാണിച്ചു കൊടുപ്പാൻ തന്റെ ദൂതനെ അയച്ചു. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവർ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശദീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവന്റെ വിഷയത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന് ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ആമേൻ. ആമേൻ. ബഹുമാനമുള്ള ബാബു ആലയത്തിൽ സാർ ഇനിയൊരു ഓർമ്മയാകുകയാണ് നമുക്ക്. അദ്ദേഹം നമുക്ക് വെച്ചിട്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ സംഗീതവും ഓർമ്മകളും സ്നേഹവും മാതൃകകളുമാണ്. അതിനുപരിയായിട്ട് അദ്ദേഹത്തെയും നമ്മെയും നടത്തുന്നത് ഒന്നു മാത്രം, ദൈവവും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തോടെ ഈ ശരീരം നമുക്ക് ഭൂമിക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ സഹോദരനായ ജോർജ് വിൽസൺ ഡാനിയലിനെ രക്ഷാസേനത്തിൻ്റെ തിരുവനന്തപുരം സെൻട്രൽ യുദ്ധസ്ഥലത്ത് നിന്നും ഇദ്ദേഹത്തിനായി ഒരുക്കിയിരിക്കുന്ന സ്വർഗ കൊട്ടാരത്തിലേക്ക് എടുത്തുകൊള്ളുന്നതിന് സർവശക്തനായ ദൈവം തിരുഹിതമായതിനാൽ ഉയർത്തെഴുന്നേൽപ്പിൻ ദിവസത്തിൽ കാണുമെന്നുള്ള വിശ്വാസത്തോടെ ജോർജ് ഡബ്ല്യു ഡാനിയലിൻ്റെ മൃതശരീരം മണ്ണിന് മണ്ണായും പൂഴിക്ക് പൂഴിയായും ചാരത്തിന് ചാരമായും ഈ ഭൂമിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. നമുക്കേവർക്കും ചേർന്ന് ആമേൻ പറയാം. ദുഃഖത്തിലേർപ്പെട്ടിരിക്കുന്ന ഏവരെയും ദൈവമേ നീ അനുഗ്രഹിച്ച് ആശ്വസിപ്പിക്കണമേ. ഇവിടെ ശേഷിച്ചിരിക്കുന്നവരായ ഞങ്ങൾ മരണത്തോളം വിശ്വസ്തത ഉള്ളവരായിരിക്കാൻ സഹായിക്കണമേ. ദൈവമേ രക്ഷാസേനത്തെ അനുഗ്രഹിക്കണേ. നമുക്കൊരു ഗാനസമാപന ഗാനമായിട്ട് പാടാം. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമ പ്രഭാത ശോഭത്തിൽ നാം പാർത്തലെ രക്ഷപ്പെട്ടറക്കരെ കൂടി ആകാശെ പേർ വിളിക്കും നേരം കാണും എൻപേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻപേരും. ഇന്ന് ബാബു സാറിൻ്റെ ഭൗതിക ശരീരം മണ്ണിന് നാം സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി കർത്താവിൻ്റെ വരവെങ്കിൽ ഈ കലറെ ഭേദിച്ചുകൊണ്ട് രൂപാന്തരപ്പെട്ട ദേഹമായിട്ട് കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കും. അന്ന് നാം ജീവനുണ്ടെങ്കിൽ നമുക്കും ആ ഭാഗ്യം കർത്താവ് ഒരുക്കാൻ കൊണ്ടു പോകുക. അതുകൊണ്ട് കർത്താവെ പേർ വിളിക്കുന്ന നേരം എൻ്റെ പേരും കാണും എന്നുള്ള ഉറപ്പോടുകൂടി ഇവിടം വിട്ട് കടന്നു പോകാം. ഓരോ ഫ്യൂണറൽ സർവീസ് കഴിയുമ്പോഴും നാം പ്രതിഷ്ഠിക്കാറുണ്ട്. എന്നാൽ ഇന്നും അതിനവസരം നൽകുകയാണ്. ഒരുപക്ഷെ നാളെ ആയിരിക്കാം നമ്മുടെ ഒരവസ്ഥയായിരിക്കാം ഈ ഭൂമിയിൽ കൊണ്ടുവരേണ്ട അവസ്ഥ. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതം അത്ര ക്ഷണികമാണ്. അതുകൊണ്ട് ഇവിടം വിട്ട് മടങ്ങിപ്പോകുമ്പോൾ ഒരു പ്രതിഷ്ഠയോട് കൂടി നമുക്ക് കടന്നു പോകാം. ഈ ഗാനത്തിൻ്റെ ചരണം നമുക്ക് ചേർന്ന് അവസാനത്തെ ചരണം പലരും പാടുമ്പോൾ ഈ ഉറപ്പോടുകൂടി നമ്മുടെ വലതുകര സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിഷ്ഠാപരമായിട്ട് ഒരു പ്രതിഷ്ഠയോടുകൂടി തന്നെ നമുക്ക് ഉൾപ്പെട്ട് കടന്നു പോകാം എന്ന് ആഹ്വാനിച്ച് നമുക്ക് ഗാനം ചെന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാ പ്രഭാത ശോഭിതത്തിൽ നാം പാർത്തലെ രക്ഷപ്പെട്ടോരക്കരെ കൂടി ആകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും. കർത്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തു ശോഭ ധരിപ്പാനുയർത്തു താൻ. ഭക്തർ ഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും,
പേർ വിളിക്കും നേരം കാണുമെൻ പേരും. കർത്തൻ പേർക്ക് രാപ്പകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിരട്ടെ തൻ സ്നേഹത്തിൽ. പാർത്തലത്തിൽ എൻ്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണും എൻ പേരും. ഭാവലയം സാറിനെ സംബന്ധിച്ച് കർത്താവ് നൽകിയ ദർശനം ഉപയോഗിച്ചുകൊണ്ട്, കർത്താവ് നൽകിയ ബുദ്ധി പരിജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് അനേകർക്ക് മധ്യേ അദ്ദേഹത്തിന് നല്ല ഗാനങ്ങൾ രചിക്കുവാനായിട്ട് അവസരം, അദ്ദേഹത്തിൻ്റെ വേല ഇവിടെ പൂർത്തീകരിച്ച് അദ്ദേഹം കടന്നു പോവുകയാണ്. ഇനി നമ്മളോട് ഒരു ചോയ്സ് അറിയാണ്, ഈ അനുഭവത്തിലേക്ക് നമുക്ക് വരുവാനുള്ള അവസരമുണ്ട്. കർത്താവിൻ്റെ വിളിക്ക് പ്രതികരിക്കുവാനൊക്കെ നമുക്ക് കഴിയുമോ? ഈ ഗാനത്തിൻ്റെ പല്ലവി പാടും, പേർ വിളിക്കുന്ന നേരം കാണും എന്നൊരു ഭാഗം വരുമ്പോൾ നമുക്ക് രണ്ട് സ്വർഗത്തിലേക്ക് നമുക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവെ എൻ്റെ പേര് കാണും ഉറപ്പാണ് എന്നുള്ള ആ പ്രതീക്ഷയോട് കൂടി നമുക്ക് മടങ്ങിപ്പോകാം. ഇതിൻ്റെ പല്ലവി ഭാഗത്ത് വരുമ്പോൾ കരങ്ങൾ ഉയർത്തി നമുക്ക് സ്വർഗത്തേക്ക് ഉയർത്തി ഈ ഗാനം സഹകരിക്കുന്നതൊക്കെ ഓർപ്പിക്കുകയാണ്. കർത്തൻ പേർക്കൊരാപ്പകലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടത്തെ തൻ സ്നേഹത്തിൽ. പാർത്തലത്തിൽ എൻ്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ജീവന്റെ ഉറവിടമായ അവിടുത്തെ പാദപീഠത്തിങ്കിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. അവിടുന്ന് തലമുറയായിട്ട് ഞങ്ങളെ നടത്തുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മഹത്വത്തിലേക്ക് പ്രവേശിച്ച ജോർജ് വിൽസൺ ഡാനിയൽ അവരുടെ ശ്രേഷ്ഠകരമായ ജീവിതത്തിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. വിവിധ തലമുറകളുടെ ക്രൈസ്തവ സാക്ഷ്യമാണല്ലോ പ്രിയമകൻ പേറിയത്. സുവിശേഷ ഘോഷണത്തിൽ കേരളക്കരയിൽ സുപ്രധാന പങ്കുവഹിച്ച ഒരു കുടുംബത്തിൽ പിറക്കുവാൻ പ്രിയമകനെ അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഈ വിശ്വാസം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകരുകയും തലമുറയായിട്ട് അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് നടത്തുകയും ചെയ്യുന്ന വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സാറിലൂടെ കുടുംബത്തിന്, ഭവനത്തിന്, സഭയ്ക്ക്, സമൂഹത്തിന് ലഭിച്ച എല്ലാ സേവനങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമകൻ്റെ കലാവാസനകൾ, പ്രത്യേകിച്ച് സംഗീത വാസനകൾ അനേക ഹൃദയങ്ങൾക്ക് ആശ്വാസവും ദൈവത്തിലേക്കുള്ള വിരൽ ചൂണ്ടലുമായി തീർന്നുവല്ലോ. പ്രിയമകനെ അവിടുന്ന് ഉപയോഗിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. 80 പതിറ്റാണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ പ്രിയമകൻ്റെ നല്ല മാതൃകകൾ പിന്തുടരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹധർമ്മിണി അവഹിച്ച പ്രാർത്ഥിക്കുകയാണ്. രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, മാനസികമായ വ്യതകളുണ്ട്. അവിടുന്ന് സമാധാനവും ആശ്വാസവും നൽകി അവിടുന്ന് നടത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിറഞ്ഞ കവിയുന്ന അവിടുത്തെ സമാധാനം പ്രിയ മകളോട് കൂടെ ഇരുന്ന് നടത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് ഉത്തമ സഖിയായിട്ട് കൂടിയിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മക്കൾ 3 പേരെയും വഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരെയും അവിടുന്ന് തലമുറയായി നടത്താമെന്ന വാഗ്ദത്തം ചെയ്തിരിക്കുന്നുവല്ലോ. അവിടുത്തെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കുടുംബ ജീവിതങ്ങളെ, ജീവിത സാഹചര്യങ്ങളൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഒരു പിതാവിനെ പോലെ, ഒരു മാതാവിനെ പോലെ അവരുടെ ജീവിതങ്ങളിൽ ആശ്വാസം നൽകി അവിടുന്ന് നടത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും, എല്ലാ സഹോദര കുടുംബങ്ങളെയും, സ്നേഹിതരെയും, സഭാവിശ്വാസികളെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞ കവിയുന്ന സമാധാനം ഞങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളും മരണ നിഴൽ താഴ്വരയിലൂടെ കടന്നു പോകേണ്ടവരാണ് എന്ന് തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ജീവിതത്തെ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ ഞങ്ങൾ വിധേയപ്പെടുത്തുകയാണ്. ഞങ്ങളെ ഒരിക്കൽ കൂടെ ദൈവിക വിശ്വാസത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കണം. അവിടുത്തെ അനുഗ്രഹത്താൽ ഞങ്ങളെ അവിടുന്ന് നടത്തണം. ഈ വിശ്വാസ പോരാട്ടത്തിൽ മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണം. ഈ ശുശ്രൂഷയിൽ അവിടുത്തെ സാന്നിധ്യം, അനുഗ്രഹം കൂടെ ഉണ്ടായിരുന്നുവല്ലോ. അവിടുത്തെ സാന്നിധ്യം, അനുഗ്രഹം തുടർന്ന് ഈ ഭവനത്തോടെ ചേർന്ന് നടത്തുന്ന എല്ലാ ശുശ്രൂഷകളിലും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത്ഭുതകരമായി ഞങ്ങളെ വഴി നടത്തണം. സകലതും യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആശീർവാദം. ഇപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂട്ടായ്മ നാം എല്ലാവരോട് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോട് എന്നും എന്നേക്കും കാലാവസ്ഥാനത്തോളം കൂടെ എന്ന് വഴി നടത്തുമാറാകട്ടെ. ഹല്ലേലൂയ. ദയവായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ ശുശ്രൂഷ ഇത്ര അനുഗ്രഹകരമായി തീരുവാൻ നിങ്ങളുടെ സപ്പോർട്ട് വളരെ വലുതായിരുന്നു. പ്രഭാതത്തിൽ ഭവനത്തിൽ
വെച്ച് ശുശ്രൂഷ ആരംഭിക്കുകയുണ്ടായി. തുടർന്ന് ദേവാലയത്തിൽ അഭിനന്ദ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ശുശ്രൂഷയുണ്ടായിരുന്നു. അതിലും നമ്മുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അതുപോലെ സെമിത്തേരി ശുശ്രൂഷ ഇത്ര മനോഹരമാക്കി തീർക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. പ്രത്യേകാൽ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിച്ചു അഭിനന്ദിയ ട്രിവാൻഡ്രം ഡിവിഷൻ കമാൻഡർ അയ്യോടുള്ള പ്രത്യേകം നന്ദി കുടുംബത്തിൻ്റെ പേരിൽ ഈ സമയത്ത് അറിയിക്കുന്നു. ഒരു അറിയിപ്പുള്ളത്, വരുന്ന ഞായറാഴ്ച മെമ്മോറിയൽ സർവീസ് ഉണ്ടായിരിക്കും. സാറിൻ്റെ പേരിൽ മെമ്മോറിയൽ സർവീസ് 3 മണിക്ക് നമ്മുടെ ചർച്ചിൽ വെച്ചുണ്ടായിരിക്കും എന്നറിയിക്കുന്നു. ഇന്നും നാളെയും മറ്റന്നാളും 3 ദിവസം തുടർച്ചയായിട്ട് സാറിൻ്റെ വീട്ടിൽ വെച്ച് വൈകിട്ട് 7:30 തൊട്ട് പ്രാർത്ഥന ഉണ്ടായിരിക്കും. സഭയുടെ എല്ലാ ലോക്കലിസന്മാരും കടന്നു താല്പര്യമുള്ള വിശ്വാസികളൊക്കെ കടന്നു ആശ്വാസനായിട്ടുള്ള പ്രാർത്ഥനയാണെന്ന് അറിയിക്കുകയാണ്. മെമ്മോറിയൽ സർവീസ് വരുന്ന ആഴ്ച 3 മണിക്ക് ഇന്നു മുതൽ 3 ദിവസം തുടർച്ചയായിട്ട് ഭവനത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കും എന്നും അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇവിടുത്തെ ശുശ്രൂഷകൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി കുഴി മൂടുവാനുള്ള ക്രമീകരണങ്ങൾ റിഫ്രഷ്മെൻറ്റ് ഒരുക്കിയിട്ടുണ്ട്, അതും കൂടെ കഴിച്ചിട്ട് പോകണം എന്നറിയിക്കുന്നു.